എല്ലാവർക്കും നമസ്കാരം. CNW 24/7 എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മാനേജ്മെന്റ് സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിന്റെ കമ്പോണന്റ്സ്, കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റീസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എസ്സേ, എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന്. ഒരു ബിസിനസ് സ്ഥാപനം എന്തുമാത്രമല്ല, എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരേ രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അല്ല വേണ്ടത്. ആ ഓരോ ഘടകങ്ങൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കുറെ ഘടകങ്ങൾ അവർ പരിഗണിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവയെ ഡീറ്റെയിൽ പഠിച്ചതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അവർ നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിന് എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഒരേ അളവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അല്ല വേണ്ടത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി ഡിറ്റർമിനിങ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം, അല്ലെങ്കിൽ എത്ര രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത്തേത് നമുക്ക് നോക്കാം. അത് ഹെഡിങ്ങിട്ട് ഫാക്ടേഴ്സ് ഓഫ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തന മൂലധനം എന്തുമാത്രം വേണ്ടി വരും, പ്രവർത്തന മൂലധനമായി എത്ര തുക നമ്മൾ മാറ്റി വെക്കണം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. എപ്പോഴും നമ്മൾ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും തുല്യ അളവാണല്ല. എ എന്ന് പറഞ്ഞ ബിസിനസ് സ്ഥാപനത്തിന് അല്ലെങ്കിൽ ബി എന്ന ബിസിനസ് സ്ഥാപനം രണ്ടും ഒരേ രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അല്ല ആവശ്യമായി വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ അളവ് അല്ലെങ്കിൽ അവയുടെ കണക്കിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് നേച്ചർ ഓഫ് ബിസിനസ്. ഒരു ബിസിനസിന്റെ സ്വഭാവം, നേച്ചർ ഓഫ് ബിസിനസ്. എന്താണ് നേച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസിന്റെ സ്വഭാവം? നമുക്ക് പരിചയമുള്ള പലതരം ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവ ഉദാഹരണം പറയുന്നത് പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സ്, പൊതുമേഖലാ ബിസിനസ് സ്ഥാപനങ്ങൾ. അവശ്യ സേവനങ്ങൾ നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണ് ഈ പബ്ലിക് യൂട്ടിലിറ്റീസ് അണ്ടർടേക്കിങ്സ്. അവ കൂടുതലും സേവനങ്ങൾ, ഉദാഹരണം സപ്ലൈ ഓഫ് ഇലക്ട്രിസിറ്റി, സപ്ലൈ ഓഫ് വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ, ഇവയെല്ലാം തന്നെ പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സ് ഒക്കെയാണ്. അവർക്ക് കൂടുതൽ സ്റ്റോക്കിന്റെ ആവശ്യമില്ല. അവർ കൂടുതൽ നടത്തുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. അപ്പൊ എപ്പോഴും അവരുടെ കയ്യിൽ ആവശ്യത്തിന് ക്യാഷ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കേണ്ട കാര്യം അവർക്ക് ഇല്ല. അപ്പൊ അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ട. എന്നാൽ ഒരു മാനുഫാക്ചറിംഗ് ബിസിനസ് സ്ഥാപനത്തിനോ ഒരു ട്രേഡിംഗ് കൺസേണിനോ അല്ലെങ്കിൽ ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനത്തിനോ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട ബിസിനസ് സ്ഥാപനത്തിനോ എപ്പോഴും സ്റ്റോക്ക് കരുതിയിരിക്കണം. അത് റോ മെറ്റീരിയൽസ് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സ് ആണെങ്കിലും ആവശ്യത്തിന് സ്റ്റോക്ക് കരുതിയിരിക്കുന്നത് കൊണ്ട് അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അപ്പൊ ഞാൻ ഒന്നാമത്തത് പറഞ്ഞത് 2 പോയിന്റ് ഓർമ്മിക്കുക. പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിങ്സ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ സേവനങ്ങൾ നൽകുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അധികം ആവശ്യമില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് മാനുഫാക്ചറിംഗ് ബിസിനസ് ആൻഡ് ട്രേഡിംഗ് കൺസേൺസ് ദേ റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം മൂലധനം ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ആവശ്യമായി വരുന്നു. അതിനെ സ്വാധീനിക്കുന്ന ഒന്നാമത്തേത് ആ ബിസിനസിന്റെ സ്വഭാവം. അവർ ഏതുതരം ബിസിനസ് ആണ് നടത്തിക്കൊണ്ടു പോകുന്നത്, ഏതുതരം മാനുഫാക്ചറിംഗ് ആണോ, ട്രേഡിംഗ് ആണോ, അതല്ല നമ്മുടെ സേവനം നൽകുന്ന ബിസിനസ് സ്ഥാപനമാണോ. ഇത് മനസ്സിലാക്കുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ, അതല്ല ലെസർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണോ വേണ്ടത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് പോയിന്റ്, സൈസ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ വലിപ്പം, സൈസ് ഓഫ് ബിസിനസ്. എന്താണ് ബിസിനസിന്റെ വലിപ്പം? നമുക്കിവിടെ 2 പോയിന്റ് നോക്കണം. ലാർജ് സ്കെയിൽ ബിസിനസ് ആൻഡ് സ്മോൾ സ്കെയിൽ ബിസിനസ്. ചെറുകിട ബിസിനസ് സ്ഥാപനങ്ങളും വൻകിട ബിസിനസ് സ്ഥാപനങ്ങളും. നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഏത് ബിസിനസ് സ്ഥാപനത്തിലാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്. ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, അവിടെ ബിസിനസ് ഓപ്പറേഷൻസ് എല്ലാം വിപുലമാണ്. കൂടുതൽ മേഖലകളിൽ അവർ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു.
എന്നാൽ സ്മോൾ സ്കെയിൽ താരതമ്യേന ഏതുമായി താരതമ്യം ചെയ്യുമ്പോൾ ലാർജ് സ്കെയിൽ ബിസിനസ് സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്മോൾ സ്കെയിൽ ബിസിനസ് സ്ഥാപനത്തിന് ലെസർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. അവർക്ക് കുറച്ച് തുക മതിയാകും വർക്കിംഗ് ക്യാപിറ്റലായിട്ട്. പക്ഷെ വൻകിട ബിസിനസ് ചെയ്യുന്ന, വിപുലമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, പല ബ്രാഞ്ചസ് ഉള്ളത്, പലതരം ഉൽപ്പന്നങ്ങൾ ഒരേ സമയം വിപണിയിൽ എത്തിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം. രണ്ടാമത്തേത് സൈസ് ഓഫ് ബിസിനസ്, ബിസിനസിന്റെ വലിപ്പം. ദെൻ മൂന്നാമത്തേത് ബിസിനസിന്റെ പ്രൊഡക്ഷൻ പോളിസി, ഉൽപാദന നയം എങ്ങനെയാണ്, പ്രൊഡക്ഷൻ പോളിസി. ഓരോ ബിസിനസിന്റെയും പ്രൊഡക്ഷൻ പോളിസി വ്യത്യാസമുണ്ട്. ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വർഷം മുഴുവനും ഉൽപാദനം ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടായിരിക്കും. അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കേണ്ടതായി വരുന്നു. അപ്പൊ അവർക്കാണെങ്കിൽ സ്റ്റഡി, നമുക്ക് പ്രൊഡക്ഷൻ പോളിസി, ഉൽപാദന നയം, രണ്ട് നയം ഉണ്ടാകാം. വല്ലപ്പോഴും മാത്രം ഉൽപാദനം നടത്തുന്ന പ്രൊഡക്ഷൻ പോളിസി, ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് ഉൽപാദനം കൂടുതലാണ്, ചിലപ്പോൾ ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ ഉൽപാദനത്തിന്റെ അളവ് കുറവാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എപ്പോഴാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരിക? പക്ഷെ നമ്മൾ പറയുന്നത് ഇപ്പോ ഒന്നാമത്തെ രീതി സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ, തുടർച്ചയായി എല്ലാ ദിവസവും ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിലാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. എന്നാൽ ചില ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അവയ്ക്ക് ചിലപ്പോൾ മാത്രമേ അവിടെ ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ അവർക്ക് എന്താണ് ഡിമാൻഡ് കൂടാറുണ്ട്. ആ അവസരങ്ങളിൽ മാത്രം അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ അവർക്ക് സാധാരണ രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡിയായി ഉൽപാദനം നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ ദേ നീഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ ഡിമാൻഡ് കുറയും, ചിലപ്പോൾ കൂടും. ആ ഡിമാൻഡിനനുസരിച്ചുകൊണ്ട് ചില സമയങ്ങളിൽ ഉൽപാദനം കൂടും, ചില സമയങ്ങളിൽ ഉൽപാദന പ്രക്രിയയുടെ അളവ് കുറയും, ഉൽപാദനത്തിന്റെ അളവ് കുറയുന്നു. എങ്കിൽ അവയ്ക്ക് എത്ര മതി? ഉൽപാദനം കൂടുന്ന സമയങ്ങളിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലും, ഉൽപാദനം സാധാരണ രീതിയാണെങ്കിൽ അവർക്ക് കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റലും മതിയാകും. അടുത്തത് പറയുന്നത് നാലാമത്തേത് ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്താണ്? പ്രൊഡക്ഷൻ സൈക്കിൾ, ഉൽപാദന ചക്രം എന്താണ്? റോ മെറ്റീരിയൽ, നമ്മുടെ ഉൽപാദനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കൺവേർട്ട് ചെയ്യുന്ന കാലയളവ്. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നമായി മാറുന്ന കാലയളവ് ഒരേപോലെ ആകണമെന്നില്ല. ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ, അന്ന് തന്നെ അവർക്ക് രാവിലത്തെ റോ മെറ്റീരിയൽസ് വൈകുന്നേരം ആകുമ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആകാൻ ആഴ്ചകൾ എടുക്കും അല്ലെങ്കിൽ മാസങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവയുടെ കാലയളവ് എത്ര? റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന കാലയളവ് പറഞ്ഞ പേരാണ് എന്താണ്? ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന കാലയളവ് കൂടുതലാണെങ്കിൽ അവയ്ക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. പക്ഷെ തിരിച്ച് ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലെങ്ത് ചെറുതാണെങ്കിൽ, ഏതാണ്ട് റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന കാലയളവ് ചെറുതാണെങ്കിൽ അവർക്ക് ലെസർ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ കുറച്ച് അളവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. ഓക്കെ, 4 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തേത് നേച്ചർ ഓഫ് ബിസിനസ്, ബിസിനസിന്റെ സ്വഭാവം. ചിലർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും, ചില ബിസിനസ് സ്ഥാപനങ്ങൾക്ക് കുറവ് മതിയായിരിക്കും. രണ്ടാമത്തേത് സൈസ് ഓഫ് ബിസിനസ്, ബിസിനസ് സ്ഥാപനത്തിന്റെ വലിപ്പം, ലാർജ് സ്കെയിൽ ബിസിനസ് ആൻഡ് സ്മോൾ സ്കെയിൽ ബിസിനസ്. പ്രൊഡക്ഷൻ പോളിസി, സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ, ദേ നീഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ആൻഡ് ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ, പ്രൊഡക്ഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ ദേ നീഡ് ലെസർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. എപ്പോ മാത്രം അവർക്ക് കൂടുതൽ മതിയാകും? എപ്പോഴാണോ കൂടുതൽ ഉൽപാദനം നടത്തുന്നത് അപ്പോൾ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. നാലാമത്തേത് ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന, കൺവേർട്ട് ചെയ്തെടുക്കുന്ന കാലയളവിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ സൈക്കിൾ. ആ കാലയളവ് വലുതാണെങ്കിൽ, ആ കൂടുതൽ കാലം എടുക്കുന്നു, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന കാലയളവ് കൂടുതലാണെങ്കിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വെക്കേണ്ടതായി വരുന്നു. അതല്ല, അവരുടെ കാലയളവ് ഏതാണ്? റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറുന്ന കാലയളവ് ചെറുതാണെങ്കിൽ അവർക്ക് കുറച്ച് തുക മതിയാകും വർക്കിംഗ് ക്യാപിറ്റലിന്. അഞ്ചാമത്തേത് ഓപ്പറേറ്റിംഗ്, ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ.
ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതേ ഉള്ളൂ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അസംസ്കൃത വസ്തുക്കളിൽ നമ്മൾ അല്ലെങ്കിൽ കറണ്ട് അസറ്റിന്മേൽ നിക്ഷേപിച്ച തുക വീണ്ടും ക്യാഷായി മാറുന്ന കാലയളവിനെ പറഞ്ഞ പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ കാലയളവിൽ അല്ലെങ്കിൽ അതിന്റെ പീരീഡ് ഓഫ് ടൈം കൂടുതലാണെങ്കിൽ നമ്മൾ ഇത് നിക്ഷേപിച്ച തുക കറണ്ട് അസറ്റിന്മേൽ നിക്ഷേപിച്ച തുക കൂടുതൽ ദിവസത്തിന് ശേഷമാണ് വീണ്ടും ക്യാഷായി മാറുന്നതെങ്കിൽ അവർക്ക് വീണ്ടും പ്രവർത്തനങ്ങളുണ്ട്. ബിസിനസ് സ്ഥാപനം അതിൽ അടച്ചിടാൻ സാധിക്കത്തില്ല. വീണ്ടും ബിസിനസ് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് ആവശ്യമായി വരുന്നു. അപ്പോൾ ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ചെറുതാണെങ്കിൽ എളുപ്പത്തിൽ അവർക്ക് ക്യാഷായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് താരതമ്യേന കുറഞ്ഞ അളവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. 5 പോയിന്റായി ഒന്നാമത്തേത് നേച്ചർ ഓഫ് ബിസിനസ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബോധിക്കുന്നത് നേച്ചർ ഓഫ് ബിസിനസ്, സൈസ് ഓഫ് ബിസിനസ്, പ്രൊഡക്ഷൻ പോളിസി, ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ ആൻഡ് ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ദെൻ 6th വൺ ക്രെഡിറ്റ് പോളിസി. 6ാമത്തേത് വായ്പാ നയം. നമ്മുടെ വായ്പാ നയം എങ്ങനെയാണ്? നമ്മുടെ വായ്പാ നയം സ്ട്രിക്റ്റ് ആണോ അല്ലെങ്കിൽ ഡെറ്റേഴ്സിന്റെ അടുത്തും ക്രെഡിറ്റേഴ്സിന്റെ അടുത്തുമുള്ള വായ്പാ നയം എങ്ങനെയാണ്? ക്രെഡിറ്റേഴ്സ് നമുക്ക് ദീർഘകാല വായ്പ അനുവദിച്ച് തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നമ്മൾ എളുപ്പത്തിൽ വായ്പ തിരിച്ചെടുക്കാറുണ്ടോ? ഇതനുസരിച്ചിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അളവ് കൂടുതൽ വേണോ കുറവ് വേണോ എന്ന്. ബിസിനസ് സ്ഥാപനം സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി പാലിക്കുന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ ക്രെഡിറ്റേഴ്സിന്റെ പണം കൊടുത്തു തീർക്കുന്നുണ്ട്. അതല്ലെങ്കിൽ കൃത്യസമയത്ത് ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ബാലൻസ് ആകുന്നതിന് മുമ്പ് കിട്ടാക്കടമായി മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കൂടുതൽ തുക പിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, അധികം വർക്കിംഗ് ക്യാപിറ്റൽ സൂക്ഷിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നമ്മുടെ പോളിസി എങ്ങനെയാണ്? വായ്പാ നയം എങ്ങനെയാണ്? ഡെറ്റേഴ്സിന്റെ അടുത്തും ക്രെഡിറ്റേഴ്സിന്റെ അടുത്തുമുള്ള വായ്പാ നയം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ കുറവ് വർക്കിംഗ് ക്യാപിറ്റൽ വേണോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ 7ാമത്തേത് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്താണെന്ന് അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എക്കണോമിക് എൻവയോൺമെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ബിസിനസ് സൈക്കിൾ? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ 4 ഘട്ടം ഓർമ്മയില്ലേ? ഫേസസ് ഓഫ് എൻവയോൺമെന്റ്, ബൂം പീരീഡ്, ദെൻ റിസഷൻ പീരീഡ്, ഡിപ്രഷൻ പീരീഡ് ആൻഡ് റിക്കവറി പീരീഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിസിനസ് സൈക്കിൾ എന്താണെന്ന്. അപ്പൊ ആ ബിസിനസ് സൈക്കിളിലെ ബൂം പീരീഡ് ആണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനം ഇപ്പോൾ നിൽക്കുന്നത് ബൂം അല്ലെങ്കിൽ പീക്ക് സീസണിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉൽപാദനം ആവശ്യമാണ്, കൂടുതൽ സെയിൽസ് ആവശ്യമാണ്, ഡിമാൻഡ് ഉള്ള സമയമാണ്. അപ്പൊ നമുക്ക് അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുന്നു. ഏത് സമയത്താണ്? ബൂം പീരീഡ് ആണെങ്കിൽ. ബിസിനസ് സ്ഥാപനത്തിന്റെ ഇപ്പോൾ ഉള്ള ഘട്ടം നമ്മൾ നിൽക്കുന്നത് ബൂം പീരീഡ് ആണെങ്കിൽ വി നീഡ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. കാരണം നമുക്ക് നമ്മുടെ ഉൽപ്പന്നത്തിന് എന്താവശ്യമായി വരുന്നു? കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ കൂടുതൽ ഉൽപാദനം ആവശ്യം വരുന്നു. അതോടൊപ്പം തന്നെ ഉൽപ്പന്നങ്ങളുടെ വില കൂടിയിട്ടുണ്ടാകും, ചിലപ്പോൾ റോ മെറ്റീരിയൽസിന്റെ വില കൂടിയിട്ടുണ്ടാകും. അപ്പൊ അതനുസരിച്ച് നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങാനും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ഇപ്പൊ ബൂം കാലയളവാണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. തിരിച്ച് നമ്മുടെ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ കാലയളവാണെങ്കിൽ നമുക്ക് കൂടുതൽ ബിസിനസ് ഇല്ല, നമുക്ക് കൂടുതൽ ഉൽപാദനമില്ല, ഡിമാൻഡ് ഇല്ല, സെയിൽസ് കുറവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അളവ് മതിയാകും, അല്ലെങ്കിൽ കുറഞ്ഞ തുകയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. നോക്കിക്കോ. 7ാമത്തേത് ബിസിനസ് സൈക്കിൾ. ദെൻ 8ാമത്തേത് ഡിവിഡന്റ് പോളിസി. ഡിവിഡന്റ് പോളിസി നമ്മുടെ ലാഭവിഹിത നയം എങ്ങനെയാണ്? നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്ന എല്ലാ ലാഭവും ലഭിക്കുന്ന പ്രോഫിറ്റ് മുഴുവൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. പകരം ലഭിക്കുന്ന ലാഭത്തിന്റെ കുറച്ച് ഭാഗമെങ്കിലും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉഴുതു ചേർത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ട്. ബിസിനസ്സിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ ഡിവിഡന്റായി നൽകുന്നതിന് പകരം നമ്മുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് അധികം വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരുന്നില്ല, നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. അതല്ല തിരിച്ച് ലഭിക്കുന്ന ലാഭം മുഴുവൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റായി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് വീണ്ടും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടതായി വരുന്നുണ്ട്. സോ ഡിവിഡന്റ് പോളിസി ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമായി വരുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ 9ാമത്തേത് പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് നമ്മുടെ റോ മെറ്റീരിയൽസിന്റേത് വില അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, ട്രേഡിംഗ് കൺസേണെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ്, അവയുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. വില കൂടിയിരിക്കുന്ന
സമയമാണെങ്കിൽ റോ മെറ്റീരിയൽസിന്റെ വില കൂടുകയാണ്, പെട്ടെന്ന് കൂടി എങ്കിൽ നമുക്ക് അവ വാങ്ങണമെങ്കിൽ കൂടുതൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ട്രേഡിംഗ് കൺസേൺ സമയത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് വേണം. പക്ഷെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വില കൂടിയിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അവയെ വാങ്ങാൻ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അപ്പൊ ഉൽപ്പന്നങ്ങളുടെയോ അസംസ്കൃത വസ്തുക്കളുടെയോ വില കൂടുകയാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. വില കുറയുന്ന സമയമാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. ഓക്കെ, അപ്പൊ 9 പോയിന്റ് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഒന്നാമത്തേത് നേച്ചർ ഓഫ് ബിസിനസ്. എന്താണ് ബിസിനസിന്റെ സ്വഭാവം? അവിടെ നമ്മൾ മാനുഫാക്ചറിംഗ്, ട്രേഡിംഗ്, പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ്സിനെ കുറിച്ച് പറഞ്ഞു. ദെൻ സൈസ് ഓഫ് ബിസിനസ്, ലാർജ് സ്കെയിൽ ബിസിനസ്, സ്മോൾ സ്കെയിൽ ബിസിനസ്, ഏതിനാണ് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദെൻ പ്രൊഡക്ഷൻ പോളിസി, സ്റ്റഡി ആൻഡ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ എപ്പോഴാണോ ഉത്പാദനം കൂടുതലായി വരുന്നത് ആ സമയത്ത് അവർക്ക് എന്ത് മതിയാവും? കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. ദെൻ ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ പോളിസി, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയം അത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ, ആ സമയം കൂടുതലാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരും. കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. ദെൻ അടുത്ത് പറഞ്ഞത് ലെങ്ത് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. കറണ്ട് അസറ്റിന്മേൽ നിക്ഷേപിച്ച തുക നമുക്ക് തിരിച്ച് വീണ്ടും ക്യാഷായി മാറുന്ന കാലയളവ് കൂടുതലാണെങ്കിൽ കൂടുതൽ അത്രയും നാൾ നമുക്ക് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. അതല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ അളവ് കുറച്ചു മതി. അടുത്ത് നമ്മൾ പറഞ്ഞത് ക്രെഡിറ്റ് പോളിസി. നമ്മുടെ വായ്പാ നയം എങ്ങനെയാണ്? സ്ട്രിക്റ്റ് ആണോ, ലിബറൽ ആണോ? അത് ക്രെഡിറ്റേഴ്സിന്റെ അടുത്തുള്ളതും ഡെറ്റേഴ്സിന്റെ അടുത്തുള്ളതും. നമ്മൾ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കൃത്യസമയത്ത് തന്നെ നമുക്ക് പണം തിരിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഓക്കെയാണ്. നമുക്ക് ബാലൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ക്യാഷ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അധികം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം വരുന്നില്ല. അടുത്ത് നമ്മൾ നോക്കിയത് ബിസിനസ് സൈക്കിളാണ്. ബിസിനസ് സൈക്കിൾ നമുക്ക് നന്നായിട്ട് അറിയാം. ബൂം പീരീഡും റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. ബൂം പീരീഡ് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ സമയത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അളവ് കുറച്ച് മതിയാകും. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡിവിഡന്റ് പോളിസി. നമ്മുടെ ലാഭവിഹിത നയം. ലഭിക്കുന്ന ലാഭം മുഴുവൻ നമ്മൾ വീതം വെച്ച് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുണ്ടോ? അതല്ല കുറച്ച് തുകയെങ്കിലും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടോ? അതനുസരിച്ച് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ വേണോ, അതല്ല കൂടുതൽ വേണോ, കുറച്ച് വേണോ എന്നുള്ളത്. ദെൻ നമ്മൾ നോക്കുന്നത് പ്രൈസ് ലെവൽ ചേഞ്ചസ്. റോ മെറ്റീരിയൽസിന്റെയോ ഫിനിഷ്ഡ് ഗുഡ്സിന്റെയോ വില കൂടും ചില അവസരങ്ങളിൽ, എങ്കിൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അതല്ല കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. ദെൻ 10ാമത്തെ പോയിന്റ് പറഞ്ഞത് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബിസിനസ്. റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ വളർച്ച എങ്ങനെയാണ്? അവർ പല പല മേഖലകളിലേക്ക് പോകുന്നുണ്ടോ? പല പല ഓപ്പർച്യൂണിറ്റീസ് അവര് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നുണ്ട്. അതല്ല പഴയതുപോലെ തന്നെ ആരംഭിച്ചത് മുതലേ തന്നെ അധികം ഗ്രോത്തോ ഡെവലപ്മെന്റോ ഇല്ല എങ്കിൽ ആ സ്ഥാപനത്തിന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യം ഇല്ല. അപ്പൊ നമ്മൾ അവിടെ നോക്കേണ്ടത് ബിസിനസ് സ്ഥാപനം വിവിധ മേഖലകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അവരുടെ വളർച്ച പെട്ടെന്ന് വലുതായി മാറുന്നുണ്ടെങ്കിൽ, അവ മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഗ്രോത്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവർക്ക് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അതല്ല അത്രയ്ക്കും റേറ്റ് ഓഫ് ഗ്രോത്ത് ചെറുതാണെങ്കിൽ, വളർച്ച അധികമാകുന്നില്ല എങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് അതുകൊണ്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മതിയാകും. കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നില്ല. ദെൻ 11ാമത്തെ പോയിന്റ് പറയുന്നത് ചേഞ്ച് ആൻഡ് ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. ഡിമാൻഡ് എപ്പോഴാണ് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നത്? ഞാൻ നേരിടുന്ന സീസൺ അനുസരിച്ച് ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ചില അവസരങ്ങളിൽ മാത്രമായിരിക്കും ഡിമാൻഡ് ഉണ്ടാവുക. മറ്റുള്ള അവസരങ്ങൾ അവർക്കെല്ലാം ഡല്ലായിരിക്കും, സീസൺ ഡല്ലായിരിക്കും, എപ്പോഴും അവർക്ക് ഡിമാൻഡ് ഉണ്ടാകണമെന്നില്ല. അപ്പൊ ഡിമാൻഡ് ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ സീസൺ സമയങ്ങളിലാണെങ്കിൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്ന അവസരങ്ങളിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. അതല്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ഡിമാൻഡ് ഉണ്ടപ്പം നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിഫോം അല്ലെങ്കിൽ സ്കൂൾ ബാഗ്, സ്കൂൾ ഷൂസ് ഇവയെല്ലാം നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്നത്? ജൂൺ മാസങ്ങളിൽ ആവശ്യമായി വരുന്നത്, സ്കൂൾ തുറക്കുന്ന ദിവസങ്ങളിൽ. അപ്പൊ അവയുടെ ഉൽപാദനം എപ്പോഴാണ് നടക്കുന്നത്? ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസങ്ങളിൽ അവരുടെ ഉൽപാദനം നടക്കും. ആ അവസരങ്ങൾ, ആ ദിവസങ്ങളിൽ ഏതാണ്? ഫെബ്രുവരി മാർച്ച് ദിവസങ്ങളിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ദെൻ രണ്ടാമത്തേത് ഡിമാൻഡ് ഇല്ലാത്ത അവസരങ്ങൾ അവർക്ക് അത്രയ്ക്കും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നില്ല. അപ്പോൾ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ, ഡിമാൻഡ് ഓർമ്മിക്കുക.
ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ഉൽപാദനം നടക്കുകയാണെങ്കിൽ ആ ഉൽപാദന സമയത്ത് അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ദെൻ 12ാമത്തത് ഫ്ലക്ച്വേഷൻ ഇൻ സപ്ലൈ. ഫ്ലക്ച്വേഷൻ ഇൻ സപ്ലൈ, വിതരണത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ. വിതരണത്തിലുണ്ടാകുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും അസംസ്കൃത വസ്തുക്കൾ എല്ലാ അവസരങ്ങളിലും നമുക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ആവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ വർഷം മുഴുവനും ലഭിക്കണമെന്നില്ല. ചില സീസണിൽ മാത്രമേ ചില അസംസ്കൃത വസ്തുക്കൾ നമുക്ക് വാങ്ങാനായി സാധിക്കുകയുള്ളൂ. ഉദാഹരണം, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ കരിമ്പിന്റെ സീസൺ എപ്പോഴാണോ ആ സമയത്തായിരിക്കും നമുക്ക് കൂടുതൽ കരിമ്പ് ലഭിക്കുക. അപ്പൊ ആ സമയത്ത് കൂടുതൽ കരിമ്പ് നമ്മൾ വാങ്ങി സംഭരിക്കേണ്ടതായി വരുന്നുണ്ട്. എങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പം നമ്മുടെ റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ എപ്പോഴാണോ കൂടുന്നത് ആ സമയത്ത് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നത്. അപ്പൊ സപ്ലൈയുടെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ലഭിക്കുന്ന റോ മെറ്റീരിയൽസ് അത് എപ്പോഴാണ് ലഭിക്കുന്നത് അതനുസരിച്ച് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നുണ്ട്. ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം, 13ാമത്തേത് അതർ ഫാക്ടേഴ്സ്. ഇതിലെല്ലാം വരെ നമുക്ക് ഈ പറഞ്ഞ 12 പോയിന്റ് അല്ലാതെ തന്നെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തുമാത്രം വേണം എന്ന് തീരുമാനിക്കുന്ന കുറെ ഫാക്ടേഴ്സുകളാണ്. അത് മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണ്? മറ്റു ഘടകങ്ങളിൽ വരുന്നത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം നല്ലൊരു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ബിസിനസ് സ്ഥാപനത്തില് കൂടുതൽ എക്സസ് ആകാതെയും ഷോർട്ടേജ് ആകാതെയും ആവശ്യത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ കരുതി വയ്ക്കാനായിട്ട് സാധിക്കും. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നോക്കുന്നുണ്ട്, മാനേജറിയൽ എഫിഷ്യൻസി നോക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട്, ദെൻ ഗവൺമെന്റിന്റെ ഫാക്ടേഴ്സ് കണക്കിലെടുക്കുന്നുണ്ട്. ഓരോ ബാങ്കുകാർ നൽകുന്ന ക്രെഡിറ്റ് ഫെസിലിറ്റീസിന് അനുസരിച്ച് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ, അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഏതിനെ സ്വാധീനിക്കുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മിക്കവാറും ചോദിക്കുന്ന എല്ലാ സമയത്തും ചോദിക്കുന്ന ഒരു എസ്സേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് നേച്ചർ ഓഫ് ബിസിനസിന്റെ സ്വഭാവം എന്താണ്. രണ്ടാമത്തേത് സൈസ് ഓഫ് ബിസിനസ്, ഒക്കെ ഞാൻ പറഞ്ഞു, ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ ബിസിനസ്. പ്രൊഡക്ഷൻ പോളിസി എന്താണ്, ഉൽപാദന നയം എന്താണ്. ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ, ഉൽപാദനത്തിന്റെ നമ്മുടെ റോ മെറ്റീരിയൽസ് കൺവേർട്ട് ചെയ്ത് എത്ര നാളെടുക്കുന്നു ഫിനിഷ്ഡ് ഗുഡ്സ് ആയി മാറാൻ. ഓപ്പറേറ്റിംഗ് സൈക്കിൾ നന്നായിട്ട് അറിയാം നമുക്ക്. ക്രെഡിറ്റ് പോളിസി, വായ്പാ നയം. ബിസിനസ് സൈക്കിൾ, ബൂം, ഡിപ്രഷൻ ഓർമ്മിക്കുക. ഡിവിഡൻഡ് പോളിസി, കുറെയെങ്കിലും നമ്മൾ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ അവയുടെ രീതി എങ്ങനെയാണ്. വില കൂടുകയും കുറയുകയും ചെയ്യും, ആ സമയത്ത് നമുക്ക് എന്തുമാത്രം വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. റേറ്റ് ഓഫ് ഗ്രോത്ത്, ബിസിനസിന്റെ വളർച്ച വലുതാണെങ്കിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. ചില അവസരങ്ങളിൽ ഡിമാൻഡ് കൂടും നമ്മുടെ ബിസിനസ്സിന്, അപ്പോൾ ഉൽപാദനം കൂടുതലാണ്, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നു. നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ ചില സീസൺ അനുസരിച്ചായിരിക്കും. അപ്പൊ ആ സീസൺ അനുസരിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ റോ മെറ്റീരിയൽസ് സംഭരിക്കേണ്ടതായിട്ട്, ആ സമയത്ത് നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. ലാസ്റ്റ് വൺ അതർ ഫാക്ടേഴ്സിലെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ആൻഡ് മാനേജറിയൽ എഫിഷ്യൻസി, ഗവൺമെന്റ് ഫാക്ടേഴ്സ്, ബാങ്കിന്റെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് നൽകുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇതെല്ലാം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. എല്ലാം ഇത് നന്നായിട്ട് പഠിക്കണം. എസ്ഐക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവയെല്ലാം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ CNW24/7 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു.